ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ബസ് ഇറങ്ങി സ്കൂളിലേക്ക് നടക്കുമ്പോഴും ആരുവിൻ്റെ ഉള്ളിൽ ആയിഷ് എന്ന നാമവും ആ വ്യക്തിയുടെ മുഖവുമായിരുന്നു. എന്തോന്ന് തന്നെ അയാളിലേക്ക് വലിച്ചടിപ്പിക്കും പോലെ തോന്നി ആരുവിന്. എന്നാൽ എനിക്കെന്താ എങ്ങനെയൊക്കെ തോന്നുന്നത്? അയാൾ എനിക്ക് അറിയുക പോലും ഇല്ലല്ലോ. തൻ്റെ ഉള്ളിലെ മാറ്റം മനസ്സിലാക്കി ആര് സ്വയം പറഞ്ഞു. കാരണം ആയിഷ് എന്ന വ്യക്തി ഇത്രപ്പെടുന്നത് തന്നെ സ്വാധീനിച്ചു എന്നത് അവൾക്ക് തന്നെ അത്ഭുതമായിരുന്നു. ആരു കാർത്തവന്റെ വിളിയാണ് ആരുവിനെ ചിന്തകളിൽ നിന്ന് കൊണ്ടുപോകുന്നത്. തിരിഞ്ഞു നോക്കി ആരു കാണുന്നത് തൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നെടുക്കുന്ന കാർത്തവനെയാണ്. നിനക്ക് എന്താരും ഇപ്പൊ ചെവി കേൾക്കില്ലേ? ആരുവിന്റെ അടുത്ത് വന്ന് ഇടുപ്പിൽ കൈകുത്തി അവളെ കൂർപ്പിച്ച് നോക്കി അണച്ചുകൊണ്ട് കാർത്തു ചോദിച്ചു. ഞാനെന്തോ ആലോചിച്ച് നടക്കായിരുന്നു, അതൊക്കെ കേൾക്കാഞ്ഞത്. ആര് കാർത്തവനെ നോക്കി വളിച്ച ചിരിയോടെ പറഞ്ഞു. എനിക്ക് തോന്നി നീ ഇപ്പൊ ഒന്നുകൂടെ സുന്ദരിയാലോടി ആരു പെണ്ണെ. ആരുവിനെ അടിപിടി നോക്കി അവളുടെ കവിളിൽ പിടിച്ച് വലിച്ച് കാർത്തു പറഞ്ഞു. പൊടി കാളിയാക്കാതെ. ആര് കാർത്തുവിന്റെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു. ഞാൻ കാര്യം പറഞ്ഞതാടി. പിന്നെ ഞാനിവിടെ ആരോടും നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലേ. ഇനിയിപ്പോ എല്ലാവർക്കും മനസ്സിലായിക്കോളും. ആരുവിന്റെ കഴുത്തിലെ താലിയിലേക്കും നെറ്റിയിലെ സിന്ദൂരത്തിലേക്കും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനെന്തെങ്കിലും കള്ളം പറഞ്ഞോളാം. അതെന്താ? ചന്ദ്രോത്ത് കോലത്തെ കൊച്ചു തമ്പുരാനാണ് നിന്റെ കെട്ടിയോണെന്ന് പറയുന്നത്. ഒരു അന്തസ്സല്ലടി. ആരിവിന്റെ താടിയിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് കളിയോടെ കാർത്തു പറഞ്ഞു. പിന്നെ അന്തസ് ആ ചെകുത്താൻ ഈ നാട്ടിൽ അറിയപ്പെട്ട തെമ്മാടിയാ. അയാളുടെ ഭാര്യ എന്ന് പറയുന്നതാ ഏറ്റവും വലിയ നാണക്കേട്. ആര് വെറുപ്പോടെ പറഞ്ഞു. അല്ല, ചന്ദ്രോത്തുകാർ തന്നെയല്ലായിരുന്നു ഈ സ്കൂള് വാങ്ങിയത്? നീ ചോദിച്ചില്ല അവരോട്? ഞാൻ അച്ഛനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചില്ല. അച്ഛനായിട്ടൊന്നും പറഞ്ഞതുമില്ല. എന്തായാലും നമുക്കെന്താ? ആര് നിസ്സാരമട്ടിൽ പറഞ്ഞ സ്റ്റാഫ് റൂം ലക്ഷ്യം വെച്ച് നടന്നു. അവളുടെ പിന്നാലെയായി തന്നെ പലതും കൂട്ടിയും കിഴിച്ചും ഉത്തരം കിട്ടാതെ കാർത്തു പോകും. ആരുവിന്റെ കല്യാണം കഴിച്ചെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപാട് അതിശയമാണ് തോന്നിയത്. കല്യാണം വിളിക്കാത്ത പരിഭവവും നൂറ് സംശയങ്ങളും ഉണ്ടായെന്ന് എല്ലാവർക്കും ആരുവിനോട് ചോദിക്കാൻ. ഭർത്താവ് എന്ത് ചെയ്യുന്നെന്ന് ചോദ്യത്തിന് നാട്ടിലില്ല എന്ന ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. ആര് വേഗം ക്ലാസ്സുണ്ടെന്ന് പറഞ്ഞ് ബുക്കുമെടുത്ത് തടി തപ്പി. തന്നെ കണ്ടതും ആശ്ചര്യവും സന്തോഷം കൊണ്ട് വിടരുന്ന കുഞ്ഞു മുഖങ്ങൾ കണ്ടതും അതുവരെയുള്ള മനസ്സിന്റെ പിരിമുറുക്കം മാറി ആരുവിന്റെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. എന്നാൽ എൻ്റെ ചേട്ടാ, ആരാ നിങ്ങളുടെ ഈ ചതി ചെയ്തത്? അയ്യോ, കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായേ. ഹോസ്പിറ്റൽ ബെഡിൽ ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ യൂറിൻ ട്യൂബും ഇട്ട് അവശയായി കിടക്കുന്ന ജയനെ നോക്കി സാരി തലപ്പ് കൊണ്ട് കണ്ണിനെ തുടച്ചുകൊണ്ട് മാലതി പറഞ്ഞു. 2 ദിവസം ജയൻ ICUവിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. രാവിലെയാണ് ജയന് ബോധം വന്നത്. ബോധം വന്നതോടെ അയാളെ റൂമിലേക്ക് മാറ്റിയിരുന്നു. ആക്സിഡന്റ് പറ്റിയതാണെന്നാണ് എല്ലാവരും കരുതിയതെങ്കിലും പരിശോധനയിൽ ആന്തരികാവയവങ്ങൾക്കും എല്ലുകൾക്കും നല്ല ക്ഷതം പറ്റിയത് കൊണ്ട് തന്നെ ഡോക്ടർക്ക് മനസ്സിലായിരുന്നു ആരോ അറിഞ്ഞ് പെരുമാറിയതാണെന്ന്. അപ്പോൾ തന്നെ ഡോക്ടർ പോലീസിൽ ഇൻഫോം ചെയ്യാൻ നിന്നെങ്കിലും ഷാരോൺ ഇടപെട്ട് കേസാക്കാൻ സമ്മതിച്ചിരുന്നില്ല. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. അച്ഛാ, എന്താ പറ്റിയേ? ആരാ അച്ഛനെ ഈ പരിവാക്കിയത്? നമുക്ക് കേസ് കൊടുക്കാം. മാലതിയുടെ വാടപ്പിച്ച് ഷാരോൺ ജയനോട് പറഞ്ഞതും അയാളുടെ കണ്ണുകളിൽ മഹിയോർത്ത് ഭയം നിറഞ്ഞു. തുറന്ന് കേസൊന്നും വേണ്ടെന്ന് പറയണമെന്ന് അയാൾക്കുണ്ടെങ്കിലും താടിയല്ലുകൾ തകർന്നത് കാരണം വേദന കൊണ്ട് അയാൾക്ക് തുറക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛന് തുറക്കാൻ കഴിയുന്നില്ല, പിന്നെ എങ്ങനെ പറയാനാണ്? നീ ഏതായാലും ആ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്ക്. ആരെയും ഉപദ്രവിക്കാത്ത എൻ്റെ ജയനെ ഈ വിധം ആക്കിയവനെ എനിക്കൊന്ന് കാണണം. മാലതി സാരിത്തുമ്പിൽ മൂക്ക് പിരിഞ്ഞുകൊണ്ട് പറഞ്ഞതും ഷാരോണൊന്ന് മൂളി റൂമിന് വെളിയിലേക്ക് പോയി. ജേട്ടാ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാമേ. ആകെ മുഷിഞ്ഞിരിക്കാം. വാതിൽ ലോക്കാക്കുന്നില്ല. ഡോക്ടർ ചിലപ്പോൾ വരാൻ മതിയാകും. ബൈസ്റ്റാൻഡർ ബെഡിൽ വെച്ച ബാഗിൽ നിന്ന് ഡ്രസ്സുകളെടുത്ത് ബാത്റൂമിലേക്ക് പോയതും ജയൻ കഴിഞ്ഞതെല്ലാം ആലോചിച്ച് കണ്ണുകളടച്ച് കിടന്നു. ഇത്തിരി കഴിഞ്ഞതും ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് ആയാസപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്ന ജയൻ കാണുന്നത് വല്ലാത്തൊരു ചിരിയോടെ ഡോറിൽ ചാരി എന്ന് കൈകൾ കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന മഹിയെ കണ്ടതും അയാളിൽ ഒരു ഉൽക്കിടലമുണ്ടായി. അയാളിലെ ഭയം മനസ്സിലാക്കി എന്ന വണ്ണം മഹി ചിരിയോടെ ജയന്റെ അടുത്തുള്ള സ്റ്റൂളിൽ പോയിരുന്നു. എങ്ങനെയുണ്ടിപ്പോൾ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് കേട്ടതിൽ പിന്നെ എന്നാ എനിക്കൊന്നും ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞത്? മഹി അയാൾ ആകെ ഒന്ന് ഒഴിഞ്ഞു നോക്കി പരിഹാസ ചിരിയോടെ പറഞ്ഞു. എന്തിനാ വന്നത്? വേദന കാര്യമാക്കാത്ത ജയൻ മഹിയോട് ചോദിച്ചു. അതെന്ത് ചോദ്യാണ്? എൻ്റെ ഭാര്യയുടെ വല്യച്ഛൻ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കാണാൻ വരേണ്ടത് എൻ്റെ മര്യാദയല്ലേ?
മാഹി അയാളുടെ കയ്യിലെ കെട്ടിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞതും വേദന സഹിക്കാതെ ജയൻ കണ്ണുകൾ ഇറുകിയടിച്ചു. ഓ സോറി, വേദനിച്ചോ? തനിക്ക് വേദനിക്കണം. അതിനു വേണ്ടി തന്നെയാ നിങ്ങളെ ഞാൻ ഈ പരുവമാക്കിയത്. പിന്നെ ഇനി മേൽ മറ്റൊരു കണ്ണിലൂടെ ആരുഷിയെ നോക്കിയാ ഈ ശരീരത്തിൽ ഞാൻ ബാക്കി വെച്ച ജീവൻ കൂടി ഞാനങ്ങ് എടുക്കും, പറഞ്ഞേക്കാം. മാഹി ഒരു താക്കീത് പോലെ ജയനോട് പറഞ്ഞു. ആ പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ കാര്യം മറക്കണ്ട. ഇവിടുന്ന് സുഖമായി ഇറങ്ങിയ ഇതുവരെ നിങ്ങൾ കൈയടക്കി വെച്ച് അനുഭവിച്ച എൻ്റെ ഭാര്യയുടെ വീടടക്കമുള്ള എല്ലാ സ്വത്തുവകളുടെ മുതലും പലിശയും അടക്കം എല്ലാം അവളുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ഞാനൊരു വര കൂടെ അങ്ങ് വരും. അത് ചിലപ്പോൾ നിനക്കൊന്നും തോന്നിയെന്ന് വരില്ല. അപ്പം ശരി, വരട്ടെ. അയാളുടെ കാവലിൽ തട്ടി അത്രയും പറഞ്ഞ് ഉടുത്തം മുണ്ടും മടക്കി കുത്തി മഹി വെളിയിലേക്ക് പോയതും ജയൻ്റെ ഉള്ളിൽ ആ അവസ്ഥയിലും മഹിയോടുള്ള പക നിറഞ്ഞു. വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് ആരും ജംഗ്ഷനിൽ ബസ് ഇറങ്ങി മുന്നോട്ട് നടന്നതും കാണുന്നത് തണൽ മരത്തിന്റെ ചുവട്ടിൽ സിമന്റ് ബെഞ്ചിൽ നിന്ന് സിഗരറ്റ് വലിച്ച് എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന മഹിയെയും ഇജുവിനെയും മാതിയെയുമാണ്. മഹിയുടെ കയ്യിലുള്ള എരിയുന്ന സിഗരറ്റ് കണ്ടതും ആര്യവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ആ മഹിയെ, ദേ നിന്റെ ഭാര്യ നിന്നെ നോക്കി നിൽക്കുന്നേ. മഹിയെ നോക്കുന്ന ആര്യവിനെ കണ്ട് ഇജു ആക്കിക്കൊണ്ട് മഹിയോട് പറഞ്ഞതും മഹി മുഖം ചരിച്ച് ആര്യവിനെ നോക്കി. എന്നിട്ട് സിഗരറ്റ് ആഞ്ഞു വലിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി തന്നെ പുകവൻ പുറത്തേക്ക് വിട്ടു. വേണ്ടാത്ത ദുശീലങ്ങൾ ഈ ചെകുത്താൻ്റെ കയ്യിലുള്ളൂ. മഹിയുടെ കയ്യിലെ സിഗരറ്റിൽ നോക്കി ആരും ഇഷ്ടക്കേടോടെ പെറുപിറുത്ത് മുന്നോട്ട് നടന്നു. ഇത്തിരി മുന്നോട്ട് നടന്നതും ബുള്ളറ്റിന്റെ സൗണ്ട് കേട്ടതും ആരും ശ്രദ്ധിക്കാതെ വേഗത്തിൽ മുന്നോട്ട് നടന്നതും പെട്ടെന്നാണ് മഹി അവളുടെ മുന്നിലായി ബുള്ളറ്റ് നിർത്തിയത്. പെട്ടെന്നുള്ള മഹിയുടെ പ്രവൃത്തിയിൽ ആരും ഒന്ന് ഞെട്ടി പിന്നോട്ട് ചുവട് വെച്ച് ബുള്ളറ്റിലിരിക്കുന്ന മഹി രൂക്ഷമായി നോക്കി. വന്ന് കയറടി. ആര്യവിന്റെ നോട്ടത്തെ അവഗണിച്ച് മഹി അധികാരത്തോടെ അവളോട് പറഞ്ഞു. ഞാനെങ്ങുമില്ല തൻ്റെ കൂടെ. ആരും മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു. നീ വന്ന് കയറുന്നോ അതോ ഞാൻ പിടിച്ച് കയറ്റണോ? മഹി ആര്യവിനെ നോക്കി ശബ്ദം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് പേടിയാ തൻ്റെ കൂടെ ഇതിലൊക്കെ കയറാൻ. ആരും മഹിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ, അവ തന്നെയാ എൻ്റെ പേടി. ആരും മഹി കേൾക്കാതെ പതിയെ പറഞ്ഞു. മന്ത്രിക്കാതെ വന്ന് കയറടി. മഹി ദേഷ്യത്തിൽ പറഞ്ഞതും ആരും ഒന്ന് പേടിച്ചാണെങ്കിലും എങ്ങനെയൊക്കെയോ കയറി മഹിയെ തട്ടാതെ ഇത്തിരി നീങ്ങിയിരുന്നു. പോകാം. മഹിയൊന്ന് വണ്ടി റേസ് ചെയ്തുകൊണ്ട് ആര്യവനോട് ചോദിച്ചതും അവളൊന്ന് മൂളി പേടിയോടെ വണ്ടിയിൽ മുറുകെ പിടിച്ചിരുന്നതും മഹി മിററിൽ കൂടി മുഖവും ഉറപ്പിച്ചിരിക്കുന്ന ആര്യവനൊന്ന് നോക്കി വണ്ടി മുന്നോട്ടെടുത്തു. തന്നിൽ നിന്നും അകന്നിരിക്കുന്ന ആര്യവനെ കണ്ട് മഹി വണ്ടിയുടെ സ്പീഡൊന്ന് കൂട്ടിയതും ആരൊന്ന് മുന്നോട്ടാഞ്ഞ് മഹിയുടെ വായിലൂടെ കൈയിട്ട് അവനെ ചുറ്റിപ്പിടിച്ച് ആരും മഹിയോട് ചേർന്നിരുന്നതും ആരുവിൻ്റെ നീക്കത്തിൽ അവനൊന്ന് പകച്ചു പോയതും ആ നിമിഷം തന്നെ വണ്ടി ബ്രേക്ക് ഇട്ട് നിർത്തി തലതിരിച്ച അവശനിധിയോട് ആരുവിനെ നോക്കി. എന്താ? മഹിയുടെ മിഴിച്ചുള്ള നോട്ടം കണ്ടതും ആര് പുരികം പൊക്കി മഹിയെ നോക്കി സംശയത്തോട് ചോദിച്ചു. അത് പിന്നെ ഒന്നുമില്ല. മഹി എന്തോ പറയാൻ വന്നതും പിന്നെ അത് വിഴുങ്ങി തലയൊന്ന് കുടഞ്ഞ് ഏതോ സ്വപ്ന ലോകത്തെന്ന പോലെ വണ്ടി മുന്നോട്ടിട്ടതും മഹിയുടെ പൊട്ടൻ കടിച്ച പാവം കണ്ട് ആരുവിൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ദൂരെ മാറി നിന്ന് ഇതെല്ലാം വീക്ഷിച്ച കണ്ണുകളിൽ ഈ കാഴ്ച കണ്ട് കനലെരിഞ്ഞുകൊണ്ടിരുന്നു. ഏതോ ലോകത്തെന്ന പോലെ മഹി ചന്ദ്രോത്ത് കോവിലകത്തിന്റെ പോർച്ചിൽ ബുള്ളറ്റ് നിർത്തിയതും ആര് വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി മഹിയൊന്ന് നോക്കി അവൻ്റെ നോട്ടം തന്നിലേക്ക് എത്തുന്ന കണ്ടതും വേഗം മുഖം വെട്ടിച്ച് ഉള്ളിലേക്ക് നടന്നു. ആഹാ, വന്നോ? ഞാൻ വിചാരിച്ചതേ ഉള്ളൂ, എന്താ കാണാത്തതെന്ന്. കോലായിലേക്ക് വന്ന് ഇന്ദു ആലുവിനെ കണ്ട് ചിരിയോടെ പറഞ്ഞു കഴിഞ്ഞതും കാണുന്നത് മഹിയാണ്. അവൻ ഈ സമയത്ത് കണ്ട് ഇന്ദുവിന് അത്ഭുതം തോന്നി. കാരണം മഹി രാവിലെ പോയ രാത്രി 4 കാലിലേ വരും. മഹി ഇന്ദുവിനെ കണ്ടെങ്കിലും മൈൻഡ് ചെയ്യാതെ ഉള്ളിലേക്ക് നടന്നു. നിങ്ങൾ ഒരുമിച്ചാണോ മോളെ വന്നത്? മഹി പോകുന്നത് നോക്കി ഇന്ദു ആരുവിനോട് ചോദിച്ചു. സീതമ്മ എവിടെ? ചേച്ചി കിച്ചല്ല, നീ ഫ്രഷായി വാ, കാപ്പി കുടിക്കാം. ആ, അച്ഛൻ വന്നില്ലേ അമ്മേ? ഇന്ദുവിൻ്റെ കൂടെ ഉള്ളിലേക്ക് നടക്കുന്നതിനിടയിൽ ആര് ചോദിച്ചു. ഇല്ല മോളെ, ഇനി ഇത്തിരി വൈകുമെന്ന് പറഞ്ഞിരുന്നു. ആ, ഞാൻ ഫ്രഷായിട്ട് വരാമേ. ഇന്ദുവിനോടായി അതും പറഞ്ഞ് ആര് റൂമിലേക്ക് പോയി. ആര് റൂമിലെത്തുമ്പോൾ മഹി അവിടെയൊന്നും ഇല്ലായിരുന്നു. ഷെൽഫിൽ നിന്നും ഡ്രസ്സ് എടുത്ത് അവൾ ബാത്റൂമിലേക്ക് പോകുന്നതിനിടയിൽ ബാൽക്കണിയിൽ നിന്നും മഹിയുടെ ശബ്ദം കേട്ടതും ആര് പതിയെ ബാൽക്കണി ഡോറിൻ്റെ അടുത്ത് വന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കി. എന്താടി? ഫോൺ വിളിച്ച് തിരിഞ്ഞ മഹി വാതിലിൻ്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കുന്ന ആരുവിനെ കണ്ട് ശബ്ദം ഘടിപ്പിച്ച് ചോദിച്ചതും ആരും ഒന്നുമില്ലെന്ന് ചുമൽ കൂച്ചി വേഗം ഫ്രഷാകാൻ കയറി.
ആര് വേഗം ഫ്രഷായി ഇറങ്ങി ബാഗിൽ നിന്നും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും എടുത്ത് താഴേക്ക് പോയി. ആര് താഴെ എത്തുമ്പോൾ സീതയും ബിന്ദുവും കൂടി ചായയും പലഹാരവും എടുത്ത് വെച്ചിരുന്നു. ചായ കുടിക്കുമ്പോൾ ആരവിന് ഇരുവരോടും പറയാനുണ്ടായിരുന്നത് സ്കൂളിലെ വിശേഷങ്ങളായിരുന്നു. ഇരുവരും ചിരിയോടെ ആരവിനെ കേട്ടിരുന്നു. മോള് പോയി വിളക്ക് വെച്ച് വാ, ഇരുട്ടാൻ നിൽക്കണ്ട, ഇത് ഞങ്ങൾ ചെയ്തോളാം. ചായ കുടിയൊക്കെ കഴിഞ്ഞതും ആര് ഇന്ദുവിനും സീതക്കുമൊപ്പം കിച്ചണിൽ രാത്രിയിലേക്കുള്ളത് ഉണ്ടാക്കാൻ സഹായിക്കാൻ കയറിയതും ആരുവിനെ തടഞ്ഞുകൊണ്ട് സീത പറഞ്ഞു, ഇപ്പോഴെന്നും കാവിൽ വിളക്ക് വെക്കുന്നത് ആരുവാണ്. ആദ്യം ഇന്ദുവും സീതവും ആരെങ്കിലും കൂട്ടുപോയി കൊടുക്കുമെങ്കിലും ഇപ്പം ആരും തനിച്ചാണ് പോകുന്നത്. കയ്യും കാലും കഴുകി ആര് പൂജാമുറിയിൽ പോയി തിരതിൽ എണ്ണ പകർന്ന് തിരിയിട്ട് കത്തിച്ച് കോവിലിലേക്ക് നടന്നു. കാവിലേക്ക് നടക്കുന്നതിനിടയിൽ ആര്യവിൻ്റെ നോട്ടം ബാൽക്കണിയിലേക്ക് നീണ്ടതും ബാൽക്കണിയിലെ സീങ്ങിൽ തന്നെ നോക്കി സിഗരറ്റും വലിച്ചിരിക്കുന്ന മഹിയെ കണ്ടതും ആര് ദേശത്തിന് അവനിന്ന് മുഖം പൊട്ടിച്ച് ചവിട്ടി തുള്ളി കാവിലേക്ക് നടന്നു. ആര് കാവിൽ വിളക്ക് വെച്ച് തൊഴുത് പ്രാർത്ഥിച്ചു. ആര് കോവിലകത്തേക്ക് എത്തുമ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് വന്ന് മുറ്റത്ത് വന്ന് ബ്രേക്ക് ഇട്ട് നിന്നത്. പോലീസ് ജീപ്പ് കണ്ടതും ആരും അമ്പരന്ന് നടത്തം നിർത്തി ജീപ്പിലേക്ക് നോക്കി. കോടതി സീറ്റിൽ നിന്നും യൂണിഫോം ധരിച്ചിറങ്ങി വരുന്ന ആയിഷിനെ കണ്ടതും ആദ്യം ആരുവിനെ മിഴികൾ വിടർന്നെങ്കിലും സംശയം കൊണ്ട് അവളുടെ മുഖം ചുളുങ്ങി. ഇതേസമയം ജീപ്പിൽ നിന്നിറങ്ങിയ ആയിഷിന്റെ മിഴികൾ ആരുവിൽ തന്നെ ഒഴുകി നടന്നു. പൊന്മാൻ കളർ നീല ചുരിദാറായിരുന്നു അവളുടെ വേഷം. ആ കളർ അവൾക്ക് പ്രത്യേക ഭംഗി നൽകുന്ന പോലെ തോന്നി. നനഞ്ഞ മുടി കുളിർപ്പിന്നൽ കെട്ടി വിടർത്തിയിട്ടുകൊണ്ട് നെറ്റിയിൽ ഭസ്മക്കുറിയല്ലാതെ വേറെ ചമയങ്ങളൊന്നും തന്നെ ഇല്ല. അവളുടെ കഴുത്തിലെ മഹി എന്ന് പേരെഴുതിയ താലിയും സീമന്തരേഖയിൽ പാതി മാഞ്ഞു കിടക്കുന്ന സിന്ദൂരത്തിലും ആയിഷിന്റെ കണ്ണുകൾ ഉടക്കിയതും അവന്റെ മുഖത്തെ സന്തോഷം മാഞ്ഞ് പകരം അവിടെ ദേഷ്യം നിറഞ്ഞെങ്കിലും അവൻ അടക്കി നിർത്തി ആരുവിൻ്റെ അടുത്തേക്ക് നടന്നു. ഹലോ, ഞാൻ സ്ഥല എസ് ഐ ആയിഷ് നാരായണൻ. യക്ഷിത് മഹാദേവന്റെ വീടല്ലേ ഇത്? ആയിഷിന്റെ ചോദ്യം കേട്ടത് മാലി പരിഭ്രമത്തോടെ അതേന്ന രീതിയിൽ തലയാട്ടി. അവനുണ്ടോ ഇവിടെ? ഉണ്ട് സാർ. ആര് തെല്ലൊരു പരിഭ്രമത്തോടെ തന്നെ ആയിഷിന്റെ ചോദ്യത്തിന് മറുപടി നൽകി. അപ്പോഴേക്കും മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും ഇന്ദുവും സീതയും കോലായിലേക്ക് വന്നതും പോലീസ് വേഷത്തിൽ നിൽക്കുന്ന ആയിഷിനെ കണ്ട് ഇരുവരിലും പരിഭ്രമം നിറഞ്ഞു. എന്താ സാറേ, എന്താ കാര്യം? ഞങ്ങൾക്കിവിടെയുള്ള യക്ഷിത് മഹാദേവനെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വിശദീകരണത്തിന് അയാളെ ഞങ്ങൾക്കൊന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. അയ്യോ, എന്ത് പരാതിയാ തന്നത്? എന്തോ ആദ്യോടെ ആയിഷിനോട് ചോദിച്ചു. വാര്യത്ത് വീട്ടിലെ ജയദേവൻ എന്നയാളെ ഇവിടെയുള്ള യക്ഷിത് മഹാദേവ് കൊല്ലാൻ ശ്രമിച്ചു. അയാളുടെ ഭാര്യയും മകനും സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ജയദേവന്റെ അവസ്ഥ വളരെ പരിതാപകരവുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യക്ഷിത്തിനെതിരെ വധശ്രമത്തിന് കേസെടുത്തേ മതിയാകൂ. ആയിഷ് പറഞ്ഞത് കേട്ട് ആരും ഞെട്ടി. സീതയിലും ഇന്ദുവിലും മഹിയവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്നും ഭയമായിരുന്നു. നോ ബിസി, ഇറക്കിക്കൊണ്ട് വാടോ അവനെ, ആയിഷ് തന്റെ കൂടെയുള്ള പോലീസിനോട് പറഞ്ഞു. എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അകത്തേന്ന് ഉടുത്ത മുണ്ടും മടക്കി കുത്തി കോലയിലേക്ക് വന്നുകൊണ്ട് മഹി പറഞ്ഞു. ഞാൻ കരുതി പേടിച്ചൊളിച്ചിരിക്കുകയാണെന്ന്. ആയിഷ് മഹിയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. അതിന് ഞാൻ രണ്ടാമത് ജനിക്കണം. അല്ല, സാറെന്താ ഈ വഴിക്ക്? മഹി തിരിച്ച് പുച്ഛത്തോടെ ചോദിച്ചു. നിന്നെ കൊണ്ടുപോകാൻ വന്നതാ? ആണോ? എന്നാ അത് നടക്കില്ല സാറേ. വന്ന വഴി തന്നെ വേഗം പോകുന്നതാവും നല്ലത്. മഹി ആയിഷ പറഞ്ഞത് കൊണ്ട് ചിരിയോടെ പറഞ്ഞു.